നിങ്ങളുടെ ടി വി എസിൻ്റെ വണ്ടി ഓൺ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടി സർവീസ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സർവീസ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന് തന്നെ ആദ്യമായിട്ട് ടി വി എസ് ഓൺലൈൻ ബുക്ക് സർവീസ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതായത് ടി വി എസിൻ്റെ തന്നെ ഒഫീഷ്യൽ ലിങ്കാണ് കേട്ടോ ഇത്. ഇതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, വണ്ടിയായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി ഒരു OTP വരുന്നതായിരിക്കും. ഇനി സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ആ മൊബൈൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ മൊബൈൽ നമ്പർ വഴി കയറാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കയറിയതിന് ശേഷമായിട്ട് നിങ്ങളുടെ വണ്ടി ലിങ്ക് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ എൻ്റെ വണ്ടി എൻ്റെ നമ്പറായിട്ട് ബുക്ക്ഡ് ആണ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ആണ്. സോ അതുവഴി എനിക്ക് എൻ്റെ വണ്ടിയോടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വണ്ടി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്യാൻ ഓപ്ഷൻ താഴെ വരുന്നുണ്ട്. ഈ ആഡ് ന്യൂ സർവീസ് അല്ലെങ്കിൽ ആഡ് ന്യൂ വെഹിക്കിൾ എന്ന ഓപ്ഷനകത്ത് നിങ്ങളുടെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബുക്കിംഗ് സാധിക്കുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ശേഷം അടുത്ത പേജിലായിട്ട് ഞാൻ പ്രീവിയസ്ലി കൊടുത്ത എൻ്റെ സർവീസ് സെൻറ്റർ ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതല്ല വേറെ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് നിങ്ങളുടെ പിൻകോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പിൻകോഡിൻ്റെ അടുത്തുള്ള എല്ലാ സർവീസ് സെൻ്ററിൻ്റെയും പ്രീവിയസ് ഓതറൈസ് സർവീസ് സെൻ്ററിൻ്റെയും നമ്പറും ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്നതായിരിക്കും. നമുക്ക് ഡയറക്റ്റ്ലി വിളിച്ച് എൻക്വയറി ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സർവീസ് സെൻ്ററിൽ നമുക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സർവീസ് സെൻ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷമായിട്ട് കണ്ടിന്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് പേജിലായിട്ട് നമുക്ക് ഏത് ഡേറ്റ്സിലാണോ നമുക്ക് അനുയോജ്യം എന്ന് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഏകദേശം ഒരാഴ്ച വരേക്കും ഫ്യൂച്ചറിലേക്ക് ബുക്ക് ചെയ്യാൻ ചാൻസ് വരുന്നുണ്ട്. അത് മാത്രമല്ല സ്ലോട്ട് വൈസ് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മോർണിംഗ്, ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ് 3 സ്ലോട്ട് വൈസും ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിന് ശേഷമായിട്ട് നിങ്ങൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടി എന്നുള്ളത് കാണിക്കുന്ന ആവശ്യം വരുന്നുണ്ട്. ശേഷമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്നും കൂടി ഇവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു അവസരം വരുന്നുണ്ട്. സോ ഇതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ടി വി എസിൻ്റെ സെർവറിലേക്ക് പോകുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഈസിലി നിങ്ങൾ കൊടുത്ത ടൈം സ്ലോട്ടിൽ നിങ്ങൾ വണ്ടി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി വണ്ടി സർവീസ് ചെയ്ത് നിങ്ങൾ കയ്യിൽ തിരിച്ച് കിട്ടുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈസി വീഡിയോ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.